ഹലോ ഹായ് ഗൈസ്, എല്ലാവർക്കും ഇവിടെ കാരറ്റസ് വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കറിയാച്ചാ ഇങ്ങോട്ട് വാടാ, വരത്തില്ലേ? അപ്പം ഞാനിപ്പോൾ ഉപ്പുതറയാണ് കേട്ടുള്ളത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും, ഞാൻ ഉപ്പുതറ വരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്ന് ഇവിടെ ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം വെളുപ്പിനൊന്നുമല്ല, ഒരു 8-8:45 ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാനതുകൊണ്ട് നല്ലതായിട്ട് ഉറങ്ങി. ഇവിടെ ചൂടൊന്നുമില്ല കേട്ടോ. ഞാൻ എറണാകുളത്തും ചെന്നൈയിൽ നിന്നൊക്കെ വന്നിട്ട് എനിക്കിവിടെ വന്നിട്ട് മറ്റേ നമ്മുടെ ഈ സുഖവാസ കേന്ദ്രത്തിലൊക്കെ വന്ന പോലെ നല്ല കാലാവസ്ഥയാണ്. ചൂടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, വെട്ടമില്ലേ. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ഡേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എന്തൊക്കെ നടക്കും, എങ്ങനെ പോകും എന്നുള്ളത് കാണാൻ കേട്ടോ. അപ്പം നമ്മുടെ ഇവിടുത്തെ പാത്തയെല്ലാം കൂടെ പോയിട്ട് അപ്പുറത്തൊരു കുളത്തിൽ ചാടി എന്ന് പറഞ്ഞു. ബെനിപ്പാപ്പൻ എന്നെ പിടിക്കാൻ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കട്ടെ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. നമ്മൾ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ള വ്ളോഗ് എടുത്തിട്ട് കുറേ നാളായി. അപ്പം ആ സങ്കടമൊക്കെ നമ്മളിന്ന് മാറ്റുന്നതായിരിക്കും. ഞാൻ എന്തായാലും പോയി പല്ലൊക്കെ തേച്ച് സെറ്റായിട്ട് വരാം. പല്ലേറ്റോ? നമ്മുടെ പൂസിക്കുട്ടി ഓടാതെ എവിടെ നിൽക്കടാ. താറാവിനോട്ട് ഓടിക്കുകയാണ് കള്ളൻ. ഒളിച്ചിരിക്കുക വരുന്നു മോളെ വണ്ടി. ഒളിച്ചിരിക്കുക നീ. എന്നിട്ട് ഇങ്ങോട്ട് വാ, കള്ളത്തരം കാണിക്കണ്ട. ഇങ്ങോട്ട് വാടാ. താറാച്ചികൾ പേടിച്ചോടുമായിരുന്നു ഇതിനെ കണ്ടിട്ട്. അപ്പം ഞാൻ മോളമ്മൻ്റെ ഒന്നൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ നിന്നൊരു വ്യൂ വരും നമ്മുടെ മുറ്റത്തുനിന്ന്. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തേക്ക് നമുക്ക് ചക്ക വൈസ് കേട്ടോ. ചക്ക വൈസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അവ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മതി. പിന്നെ കറി വെക്കാനായിട്ടുള്ള ഉള്ളിയൊക്കെ ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ കാപ്പൂടി കഴിഞ്ഞാലല്ലേ നമുക്കൊരു ശുഷ്കാന്തി ഉണ്ടാകത്തുള്ളൂ, അല്ലേ അൻസ് മോളെ? അപ്പോൾ നമ്മുടെ കറിയാച്ചനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം. കറിയാച്ചൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കരുത്. എൻ്റെ ആങ്ങളുടെ പിള്ളേരുടെ പേര് ഒരുത്തൻ കറിയാച്ചനുണ്ട്. നമ്മുടെ ഇവിടെ ബെന്നിപ്പാപ്പൻ്റെ മോന് കറിയാച്ചനുണ്ട് ആളുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ പൊളിച്ചിട്ട് എന്താണ് എല്ലാം സെറ്റ് ചെയ്യട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ വീഡിയോ എടുത്ത് നമ്മുടെ കറിയാച്ചൻ. ഹായ് പറഞ്ഞേക്ക്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നമ്മൾ പറമ്പിക്കൂടെ നടക്കും. അവിടെ പോയി വീഡിയോ എടുക്കും, ഇവിടെ പോയി വീഡിയോ എടുക്കും, അല്ലേ ഏട്ടാ? അപ്പോൾ കാപ്പി കുടിക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ചക്കപ്പുഴുക്കാണ് കാപ്പിക്ക്. പിന്നുള്ളത് നമ്മുടെ മോളമാൻ്റെ സ്പെഷ്യൽ മീൻകറി. മോളമ്മയില്ല, മീൻകറി മാത്രമേ ഉള്ളൂ. തേങ്ങ അരച്ച മീൻകറിയാണോ മോളമാൻ്റെ? തേങ്ങാപ്പാൽ. അപ്പം നല്ല അടിപൊളി മീൻകറിയും. ഞാൻ കുറേ നാൾ കൂടി കേട്ടോ ചക്കപ്പുഴുക്ക് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ മീൻ വറുത്തതുണ്ട്, ഒരു പീസ് മീൻ വറുത്തത്. പിന്നെന്താ നമ്മുടെ മീൻ പീര. എല്ലാം കൂടെ വെച്ചാണ് ഞാൻ ഒരു പിടി അങ്ങ് പിടിക്കാൻ പോകുന്നത്. മോളമ്മ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചു. ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പിടി അങ്ങ് പിടിക്കട്ടെ. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇതൊരു വലിയൊരു റുട്ടീനായിട്ടൊന്നും കാണണ്ട കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് കുറേ നാൾ മുന്നേ തൊട്ടേ നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ഞാൻ എന്തായാലും എല്ലാ ദിവസവും തന്നെ യൂസ് ചെയ്യും. കാരണം എനിക്ക് ആ മുഖമൊക്കെ വലിയുന്ന പോലെ തോന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അധികമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത്ര എടുക്കുള്ളൂ. ഇത്ര നമ്മൾ മുഖത്ത് പരപരാന്ന്. ഞാനിന്ന് എഴുന്നേറ്റിട്ട് ഇത്രയും നേരം ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പം ചുമ്മാ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും. നമുക്ക് മുഖം വലിയത്തൊന്നുമില്ല, നല്ലതായിട്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇത് വിറ്റമിൻ ഇ ഒക്കെ ഇന്നത്തെ ഉണ്ട്. അതുകൊണ്ട്
നമുക്ക് ഒരു രസമുണ്ടാകും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഡെർമയുടെ ഹൈലറോണിക് സൺസ്ക്രീൻ. ഇത് നല്ലതാണ്. ഇത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. ചിലർ പറയും ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ മുഖം കറക്കും. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഏത് സൺസ്ക്രീൻ ഇട്ടാലും മുഖം വല്ലാതെ കറുത്തിരിക്കും. പക്ഷെ ഈ ഒരു സാധനം അയ്യോ ചാടിപ്പോയല്ലോ. പക്ഷെ ഈ ഒരു സാധനം ഭയങ്കര സെറ്റായിരുന്നു. നല്ലതായിട്ട് നമ്മുടെ മുഖത്തേക്ക് എന്താ പറയുക ഇറങ്ങും. മുഖം അങ്ങനെ കറുത്തൊന്നും പോകുന്ന ഫീലിംഗ് നമുക്ക് ഉണ്ടാകത്തില്ല. ഞാൻ കാണിച്ചു തരാവേ. ചിലപ്പോൾ ഞാൻ പുറത്തിറങ്ങി പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സൺസ്ക്രീൻ ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾ പുറത്തിറങ്ങിയില്ലും പകൽ സമയത്ത് ഉറപ്പായിട്ട് സൺസ്ക്രീൻ ഇടണം. തീരാറായി ഇത്. പക്ഷെ ഇതിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. ഇതിന് 500 സംതിങ് വരുന്നുണ്ട്. ഇതിന് 299 രൂപ. പക്ഷെ ഇതിൽ ഇട്ടേക്കുന്നത് ഇത് കുറേ നാളാണ് ഞാൻ മേടിച്ചിട്ട്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്പം ഞാൻ ഇതിൽ നോക്കിയപ്പോൾ 500 സംതിങ് റേഞ്ചിലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. മോയ്സ്ചറൈസർ ഇട്ടു. എന്റെ കൺമശിയൊക്കെ എടുത്തോണ്ട് മറന്നു. അതുകൊണ്ട് എന്റെ കണ്ണൊരുമാതിരി ഉറങ്ങി നിന്നിട്ട് പോലെ തന്നെ ഇരിക്കാം. പറ നീ ഇപ്പൊ പറഞ്ഞു ഒന്നൂടെ. അങ്ങനെ വരത്തില്ല. എന്നാ ഐശ്വര്യ ഇപ്പൊ കാണാൻ ഇവളീ പറയുന്ന എന്റെ കാര്യം കേട്ടോ. ഇവള് എനിക്ക് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് തന്നു. എന്നെ ഒരു അമുൽ ബേബിയുടെ ഹെയർ സ്റ്റൈൽ വെച്ച് സ്കൂളിൽ പോകുന്ന കൊച്ചിന്റെ ഒരു ഹെയർ സ്റ്റൈൽ വെച്ച് എന്റെ താഴെ തന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഭയങ്കര ഐശ്വര്യ എന്നാണ് ഇവള് പറയുന്നത്. ഇനി നിങ്ങൾ ഇതിനെ പറ്റി പറയണം. ഞാൻ എന്നെ കാണിക്കാം. പിന്നെ ഉമ്മ പാറി പറത്തി എന്നെ ഇപ്പൊ മുഖം കാണാൻ മെനയുണ്ട്. അമ്മച്ചിമാര് പറയത്തില്ല. കാണിച്ചു കൊടുക്കുക. മണി ഇതൊക്കെ കണ്ടിട്ട് അവര് പറയട്ടെ. ഇതിന് എന്നാ ഒരു ഐശ്വര്യക്കേടുള്ളേ. കാണാൻ കുറച്ച് മെനയായി. അതെങ്ങനെയാ ഒരു പണ്ടത്തെ ആൾക്കാര് പറയാറുണ്ട് ഹീനമായ മാനം തോന്നുന്നു. ഇപ്പൊ എന്നെ തിരി ആ മുടി പുറകോട്ട്. ഇതാണ് ഇവള് സ്റ്റൈൽ. എന്നാ ഇതിനൊരു മെനക്കുറവുള്ള തിരിയെ എന്നെ ചുരുട്ടി കിട്ടിയതാ. ഇതുകൊണ്ട് വേണോ ഞാൻ വൈകുന്നേരം വരെ ഇവിടെ നടക്കാൻ? നീ എന്തേലും കാണിക്കും വെറുതെ. നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. അത് ചെയ്യണം. അത് ചെയ്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഇവിടെ പണിക്കാരുണ്ട് പശുവും കൂട് പണിയാനായിട്ട്. അപ്പോൾ അവർക്ക് ചോറൊക്കെ കൊടുക്കാറാവും. അതൊക്കെ കൊടുക്കണം. അതൊക്കെ കൊടുത്തിട്ട് വെയിലാറിയിട്ടായിരിക്കും നമ്മൾ പറമ്പിലേക്ക് പോകുന്നത്. താഴെ ഇപ്പം എന്തായാലും സപ്പോർട്ട പറിക്കണമെന്നാണ് മോഹമ്മദ് പറഞ്ഞത്. താഴെ നമ്മളെ ഒരു വീടും കൂടെ ഉണ്ട്. അവിടെ പോയി സപ്പോർട്ട മാങ്ങയുണ്ട്. അതൊക്കെ പറിക്കാൻ പറ്റുമോ നോക്കണം. മേളിലൊരു മധുരമുള്ള മാങ്ങയുള്ള മാവുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വൈകുന്നേരം നമുക്ക് പോകാം. പിന്നെ നമ്മൾ പണ്ട് എൻ്റെ അപ്പൻ ഇവിടെ അപ്പൻ ഞങ്ങളുടെ അപ്പൻ എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ മൊത്തത്തിൽ 9 മക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരെല്ലാം താമസിച്ച ആദ്യത്തെ വീട് നമുക്ക് മുകളിലുണ്ട്. അത് നമ്മൾ പൊളിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ കാണിച്ചു തരാം വൈകുന്നേരം പോയിട്ട്. പണ്ടത്തെ ഞങ്ങളുടെ തറവാട്. അപ്പോൾ നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട് പറിക്കാനായിട്ട് പോവാണ് കേട്ടോ. നമുക്കറിയത്തില്ലേ. അത് തിന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും തിന്നുമ്പോൾ മധുരം വരുന്ന സംഭവം. ഞാൻ അതൊരു കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മളിവിടെ പറഞ്ഞു വേറെ എന്തെങ്കിലും അല്ല പുളിയുള്ളത് എന്തെങ്കിലും കഴിക്കുമ്പോൾ മധുരമായിട്ട് കഴിക്കുമ്പോൾ മധുരം വരും. തേനീച്ചുണ്ടോ ഇതിനകത്ത്? ഉണ്ട്. നമ്മുടെ തേനീച്ച കൂടാണ് കേട്ടോ ഉള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. ഞാൻ വേറെ വീഡിയോസിനകത്ത് കണ്ടിട്ടുണ്ട്. കുറെ ഉണ്ടല്ലോ ഇതിനകത്ത്. അവൻ കഴിഞ്ഞ ദിവസം പറിച്ച് തീർന്നു. വേണോ? 1 2 ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ. എല്ലാം കൂടെ ഞാൻ പറിക്കുന്നേ. 3 ഇത് മതിരി. 2-3 ഒരാൾ കഴിക്കണം. ആണോ? എന്നാലേ മധുരം വരുള്ളോ? ഇത്രയും കുഞ്ഞിതല്ലേ. ഇതിലെ കുരു പോവുകയും ചെയ്യും. ഓ ഐ സി. അവിടെ ഉണ്ട്. മതി. എൻ്റെ ഉണ്ടോ? അപ്പം നമ്മൾ ഇത്രയും പറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അകത്ത് കയറി ട്രൈ ചെയ്ത് നോക്കാം കുട്ടമ്മേ. കരിമ്പാണ് കേട്ടോ എനിക്കുന്നേ. തേങ്ങ നല്ല വീട്. ഇനി ഇവിടെ നിന്നാ. ഇനി നമുക്ക് പോയി നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ട്രൈ ചെയ്യാം. അപ്പം നമ്മൾ മിറാക്കിൾ ഫ്രൂട്ടൊക്കെ പിടിച്ചുകൊണ്ടത് ഇതിന് ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇത് മൂസമ്പി, ഇത് നല്ലൊരു നാരങ്ങയുടെ പീസ്, ഇത് മൂസമ്പി തന്നെയല്ലേ. ഇത് തൊലി പൊളിച്ച മൂസമ്പി. നമുക്കിത് ആദ്യം എന്തായാലും ഇത് ഞാൻ കടിക്കുന്നില്ല. ഇത് നല്ല പുളിയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഒരെണ്ണം തിന്നാമേ. കുരു തിന്നരുതല്ലോ. വായിലിട്ട് നന്നായിട്ട് കഴിച്ചിട്ട് കുരു കളഞ്ഞാൽ മതി. വായിലിട്ട് നിനക്ക് എന്താണ് ഇത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനെ നല്ല ടേസ്റ്റ് ഉണ്ട്. 2-3 കഴിക്കുക നന്നായിട്ട്.
അപ്പോൾ നമ്മളൊരു 4-5 ആ ഒരു മിറാക്കിൾ ഫ്രൂട്ട് ഞാൻ തിന്നു കേട്ടോ. ആക്ച്വലി 1-2 തിന്നാലും മതിയെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കുറേ നമ്മൾ ഈ നാരങ്ങ തിരിഞ്ഞ പിഴിയ കേട്ടോ വായിലോട്ട്. മധുരം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. നോക്ക് മധുരം. സത്യമായിട്ട് ഒരു മിറാക്കിൾ തന്നെ കേട്ടോ. നോക്ക് ചൂടത്ത് നല്ല ടേസ്റ്റ്. പിന്നെ നമ്മുടെ ഇതും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര മധുരം മൂസമ്പിക്ക്. അങ്ങനെ നമ്മൾ മുസമ്പിക്കും നാരങ്ങയ്ക്കും ശേഷം ഭയങ്കര പുടിയുടെ കട്ടപ്പേരി അതാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല മധുരം കേട്ടോ. അടുത്തതായിട്ട് തിന്നാൻ പോകുന്നത് തണ്ണിമത്തൻ. തീറ്റ തന്നെ തീറ്റ. മധുരം ഉണ്ട് മോളുമാൻ്റെ. ഞാനത് തിന്നോണ്ടാണോ ഇനി മിറാക്കിൾ ഫ്രൂട്ട്? നല്ല മധുരമുണ്ട് മോളുമാൻ്റെ. ഈ തണ്ണിമത്തിന് അത്ര മധുരം ഇല്ലെന്ന് മോളമാൻ്റെ പറഞ്ഞെങ്കിലും എനിക്ക് നല്ല മധുരമായിട്ട് തോന്നുന്നു. നല്ലൊരു കോമ്പിനേഷൻ ഇത്. നിനക്കെന്ത് തോന്നുന്നു? മധുരം തോന്നില്ലേ? മധുരമില്ലേ? മധുരമുണ്ട്. ഞാനത് കഴിച്ചിട്ടില്ല. നീ കഴിച്ചല്ലോ മിറാക്കിൾ ഫ്രൂട്ടോ? എന്തോന്നുണ്ടോ ഇത്? നല്ല കോമ്പിനേഷൻ. ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ചയായിട്ട് നമ്മൾ പേടിക്കണം. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചേച്ചികളുണ്ട് കേട്ടോ, ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 3-3:30 ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ടൻ കാപ്പി ഇട്ടു ഇവിടെ പണിക്കാർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചോറിനൊന്നും ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തായിരുന്നു കേട്ടോ. സത്യത്തിൽ സ്കിപ്പ് ചെയ്തല്ല, ഞാൻ മറന്നു പോയതാണ്. പിന്നെ കഴിക്കുന്നതിൻ്റെ ആക്രാന്തത്തിൽ അതും കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങണം പുറത്തോട്ടേക്കൊക്കെ. ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. മണി 4 മണി ആവാറായി. മന്ദിച്ചിരിക്കുക വെളിയിലിറങ്ങണേ. കഴിയും എന്താ ശരി. നല്ല ടേസ്റ്റ്. ഞങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ തിന്നുവാണ് കേട്ടോ. ഒരാശ്വാസമുണ്ട് ചൂടത്തിന്. പോണ്ടേ? അപ്പോൾ ഞാനും കറിയാച്ചനും കുട്ടമ്മയും കൂടെ വൈകുന്നേരമായപ്പോൾ ഞങ്ങളൊരു നടത്തത്തിന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ മെയിനായിട്ട് നമ്മളിന്ന് ലൂസിഫർ പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അങ്ങോട്ട് നമ്മൾ പോവാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇപ്പോൾ വെയിലാറി കഴിയുമ്പോൾ നല്ല എന്തോ കുരുപ്പത്തരം പറയാൻ വരുവാണേ. ഒന്നുകൂടെ ചിരിച്ച് വിക്രമാദിത്യം പറയുന്ന പോലെ. അങ്ങനല്ല, ഒന്ന് വന്നേ സമയം കളഞ്ഞിട്ട് അവിടെ ചിലപ്പോൾ നേരം വിളിക്കും. അപ്പോൾ ഈ തേയിലക്കകത്തോട്ടൊരു കുറുക്ക് വഴിയുണ്ട് കേട്ടോ, നമുക്ക് മെയിൻ റോഡിലോട്ട് ചാടാനായിട്ട്. അതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഇത് ഫുൾ ഇവിടുന്ന് അങ്ങോട്ട് തേയിലത്തോട്ടം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓടി വേണം ഫ്രണ്ടിൽ കയറി പോടേ. അപ്പം ഇതിന്ന് വെളിയിൽ ചാടാം. അങ്ങനെ നമ്മൾ കൂർക്ക് വഴി നടന്ന് നാഷണൽ ഹൈവേ എത്താറായി. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ഇത് ഉപ്പേർ തവാറിനെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. അപ്പം ഇത് നമ്മൾ മെയിൻ റോഡ് കയറി. ഇനി ഇവിടുന്ന് സ്ട്രെയിറ്റ് അങ്ങ് നടന്നാൽ മതി. നമ്മൾ ലൂസിഫർ ചർച്ചിൻ്റെ അവിടെ എത്തും. ഓടിവാടേ. ഇനി അങ്ങ് നടക്കാൻ കിടക്കാം. അപ്പം ഞങ്ങളുടെ തവാർണമ്മച്ചിയാണ് ഞങ്ങളെയൊക്കെ കുഞ്ഞിലെ കുളിപ്പിച്ച് എടുത്തോണ്ട് കുറെ നടന്നിട്ടുള്ളതാണ്. എന്നെ കുറെ എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. ഞങ്ങൾ വന്ന വഴിക്ക് ഇവിടെ കുഞ്ഞു കടയൊക്കെ ഇട്ട് ഇതായിരുന്നു കേട്ടോ പണ്ട് അവരുടെ വീട്. ഇപ്പോഴും അവിടെ തന്നെ. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ കുറച്ച് മുട്ടായൊക്കെ മേടിച്ച് സെറ്റാക്കുക. വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. വ്ളോഗ് കഴിഞ്ഞോ? വാ, ഇപ്പൊ പതുക്കെ നടന്നാലേ അവിടെ എത്തത്തുള്ളൂ. വാ പോവാം. കോലുമുട്ടായി വെച്ചു. തിരിച്ചു വെച്ചോ. ഒരെണ്ണാണ്. ബൂമർ ഉണ്ടെണ്ണ അതിൻ്റെ അകത്തോട്ട്. ഇപ്പൊ കറക്റ്റായി.
എന്തുവാടേ ശരിയാക്കിയോ? അപ്പൊ ഇനി 10 തിരിച്ചറിഞ്ഞു അല്ലേ? ബൂമറാണോ തിരിച്ചു വെച്ചോ? ഓക്കെ പോവാം. വെള്ളം ജ്യൂസ് എല്ലാം ഉണ്ട്. ഉണ്ട്. തിരിച്ചു വരുമ്പോ വരാം. നടന്നു വരുമ്പോ ഈ സൈഡിൽ കാണുന്ന കാഴ്ച കേട്ടോ മൊത്തം വാഴക്കൃഷി. ആ കാണുന്ന മൊത്തം കപ്പയാണ് കേട്ടോ, കപ്പ കൃഷിയാണ്. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ നടന്നേ. ഓടി വരൂ. ഞങ്ങൾ കോഴിമുട്ടായൊക്കെ മേടിച്ചു നമുക്കൊരു സമയം പോക്കിന് വേണ്ടിയിട്ട്. ലൈറ്റ് കിട്ടുന്നുണ്ടോടാ? ഇവിടുന്ന് അങ്ങോട്ട് കാറ്റാടി, അതിനകത്ത് തേയില, അല്ല തേയിലക്കകത്ത് കാറ്റാടി, അങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം. അടച്ചു പൂട്ടി കേൾക്കുന്ന ഫാക്ടറി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. അതൊക്കെ കാണിച്ചു തരാം. പിടിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറേ കാലമായില്ലേ ഈ സൈഡിൽ. 2 എണ്ണം ഇപ്പോൾ കാട്ടി കയറുന്നൊന്നുമില്ല. ഇങ്ങോട്ട് പാടി. അപ്പോൾ ഞാൻ കുറേ കാലം ഇങ്ങോട്ട് വന്നിട്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് മറന്നുപോയി ഏത് വഴി കൂടെ കയറുന്നെന്നുള്ളത്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണേ. നമ്മുടെ ലൂസിഫർ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ള നിങ്ങളെല്ലാം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഒരുപാട് പോയിട്ടുള്ളതും ഒരുപാട് കണ്ടിട്ടുള്ളതായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നന്നായി. ഇനി ലെഫ്റ്റ് വരെ കാട്ടിക്കൂടെ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ചുമ്മാ ഒരു ധൈര്യത്തിന് മാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. നമുക്ക് നല്ല ഫസ്റ്റ് കീറിട്ട് നടന്നാലേ നമ്മൾ എത്തത്തുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? എൻ്റെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഇപ്പോൾ 2 പ്രാവശ്യം എൻ്റെ നിന്ന് ഫോൺ താഴെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താണ് നീ ഇപ്പോൾ പറഞ്ഞേ? ഇവനായിരുന്നു ഇപ്പം ലൂസിഫർ പള്ളി കാണാനും ഭയങ്കര ആഗ്രഹം. എന്നിട്ട് അവൻ കുറച്ചു മുന്നേ പറയാ നമുക്ക് വീട്ടിൽ പോയി ക്യാരംസ് കളിച്ചാലൊന്നും. അപ്പോൾ നമുക്ക് നേരെ വിട്ടു പോകട്ടോ. ഈ സാധനം പൊട്ടിക്കാൻ പറ്റും, ചിലപ്പോൾ ചീറ്റിപ്പോവും. ചീറ്റി ഇവിടെ വലുതെടുക്കാം. എടാ കാണിക്കടാ. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയാണേ. ചീറ്റിയില്ലടാ. ചിലതിന് നല്ല സൗണ്ട് കേൾക്കും, ചിലതിന് സൗണ്ട് കേൾക്കത്തില്ല. അത് ഇത് പൊട്ടിച്ചോണ്ട് നിന്ന് അവിടെ ചിലപ്പോഴത്തേക്കൊന്നും കാണത്തില്ല. വാങ്ങുണ്ട്. പിന്നെയും ചീറ്റി. വഴിയിൽ ആട്ടുമാമകളൊക്കെ ഉണ്ട്. ഈ ഒരു പോകുന്ന വഴിയിൽ ഞാൻ നിങ്ങളെ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി കാണിക്കാവേ. ഇടുക്കിയിൽ എസ്റ്റേറ്റൊക്കെ പൂട്ടിയായിരുന്നല്ലോ. ആ സമയത്ത് പൂട്ടിപ്പോയ വലിയ ഫാക്ടറിയാണ് ആ ദൂരെ കാണുന്നത്. ഞാൻ അടുത്ത് കണ്ടിട്ട് കാണിക്കാം. ഇതാണ് കേട്ടോ. ഇവിടെയും കാട് കയറി, അല്ലാതെ കാട് കയറി കേട്ടോ. പണ്ടൊക്കെ ഇത് ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. കണ്ടോ, കല്ലൊക്കെ ആൾക്കാർ ഇട്ട് എറിഞ്ഞ് പൊട്ടിച്ച് ഇതിനകത്തെ മെഷീനൊക്കെ അടിച്ച് മാറ്റി. ഒരു വല്ലാത്ത അവസ്ഥയല്ല കേട്ടോ. നല്ല ഫാക്ടറി ആയിരുന്നു. ഒരുപാട് നല്ലതായിട്ട് വർക്ക് ആയിക്കൊണ്ടിരുന്ന ഫാക്ടറി ആയിരുന്നു. ലൂസിഫർ ചർച്ചിന് തൊട്ട് മുന്നേ എത്തിയിട്ടില്ല ഗൈസ്. നമ്മൾ അവസാനം വന്ന വഴിയും തിരിച്ച് നടക്കുകയാണ്. കാരണം ഞങ്ങൾ ഒത്തിരി ദൂരം നടന്നിട്ടും ലൂസിഫർ ചർച്ചിൻ്റെ ഒരു പൊടി പോലും കാണുന്നില്ല. അവസാനം വഴി മറന്നുപോയ നല്ല സംശയം. ഈ കുഞ്ഞ് 2 പിള്ളേരല്ലേ എൻ്റെ കൂടെ ഉള്ളു. അപ്പം പിന്നെ ഒട്ടും സേഫ് അല്ല. എടാ വഴി മാറിക്കണം. അപ്പം ഞങ്ങൾ അതുകൊണ്ട് തിരിച്ചു പതുക്കെ പോവാണ്. പരിചയമുള്ള ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ ഞാൻ വിളിച്ച് അവിടെ കൊണ്ട് ഇറക്കിയിട്ട് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യും. എന്താണെന്നുള്ളത് നമുക്ക് നോക്കി വഴിയേ കാണാം. എന്ത് പറയുന്നു? ദാഹിക്കുന്നുണ്ടോ? ആകെ മൊത്തം പെട്ടു നിൽക്കുക. കുമാര് കുറേ നേരം മുന്നേ അവിടെ തിരിച്ചു വന്നല്ലോ. എങ്കിലും ഞാനൊരു പ്രതീക്ഷയുടെ പുറത്ത് വന്നു. പക്ഷെ ഇപ്പം വെട്ടമൊക്കെ വെളിച്ചം മങ്ങി തുടങ്ങി. ഇനി പെട്ടെന്ന് ഇവിടെ ഇരുട്ടും. ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ ഒരുപാട് മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ ഭയങ്കര കുറവുള്ളൊരു സ്ഥലമാണ്. ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇവിടെ ഒട്ടും സേഫ് അല്ലാത്തതുകൊണ്ട് ഞാനിവരെ കൊണ്ട് വീട്ടിൽ പോവാം. അങ്ങനെ നമ്മൾ ശശിയെ തിരിച്ച് ആദ്യം നമ്മളിവിടെ കണ്ട കടയില്ല, അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് വെള്ളമെങ്കിലും മേടിച്ച് കുടിച്ചിട്ട് പോവാം. വണ്ടി വരും. സൈഡിൽ മാറിപ്പോടി. നമ്മളൊന്നും കണ്ടില്ലെന്നുള്ള വിഷമം ഇവരുടെ മുഖത്ത് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അമ്മ ഇപ്പോൾ താഴെ വേണം. അയ്യോ, ഒരു തരത്തിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി കേട്ടോ. ഇത് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കറി വെച്ച് കിടക്കും. അപ്പോൾ ഇനി ഒന്ന് കുളിച്ച് ഒന്ന് സെറ്റ് ആവട്ടെ ഞങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ബിനിപ്പാപ്പൻ ബോണ്ടയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിച്ചറുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അത്താഴമൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ വാനില ഐസ്ക്രീം കൂടെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലുള്ള എല്ലാവർക്കും ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അവിടെ കൊച്ചുങ്ങൾക്കൊക്കെ ജലദോഷമായിരുന്നുകൊണ്ട് ഞങ്ങൾ ആരും കാണാതെ അടുക്കളയിൽ ഞാനും അൻസിമോളും കട്ടാണ് കേട്ടോ ഐസ്ക്രീം തിന്നത്. അപ്പം ഐസ്ക്രീമൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തിൽ വിചാരിച്ച പോലെ നമ്മുടെ ലൂസിഫർ ചർച്ച് കാണാൻ പോക്ക് കുറച്ച് പാളിപ്പോയി.
പോയി. അതുകൊണ്ട് പറമ്പിലോട്ട് പോക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് വന്നു. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.